നീങ്ങി വന്നേ. ഇന്നലെ എന്ത് പറ്റിയതാന്നാ നീ പറഞ്ഞത്? അത് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ. ഏത് ഹോസ്പിറ്റല്? ആരാ ഡോക്ടർ? ചോദിച്ചു കേട്ടില്ലേ? ഇന്നലെ നീ അമ്പലത്തിലായിരുന്നല്ലേ? അത് നവീനുമായിട്ട്. എന്തടി, ഞങ്ങളിതൊന്നും അറിയില്ലെന്നാണോ നീ കരുതിയേ? നീ എന്തിനാ മമ്മിയുടെ അടുത്ത് കള്ളം പറഞ്ഞേ? നീ എന്തിനാ നവീന്റെ കൂടെ പോയെന്ന്? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ടാണ് നിനക്ക് ഞാൻ പണം തരുന്നത്. അല്ലാതെ അതിന്റെ പേരിൽ നിനക്ക് തീരുമാനങ്ങൾ എടുക്കാനല്ല. ഞാൻ മുന്നേ പറഞ്ഞതല്ലേ മമ്മി, അവസരം നോക്കി നടക്കുക അവള്. നവീൻ സമ്പന്നനല്ലേ? ഇവളെ പോലെ ഒരുത്തിക്ക് കൂടെ നടക്കാനും സംസാരിക്കാനും വേണമെങ്കിൽ നവീന്റെ കൂടെ കിടന്ന് ഉറങ്ങാനും താല്പര്യം ഉണ്ടാവും. അനാവശ്യം പറയരുത്. ഇന്നലെ ഞാൻ വീട്ടിന്റെ ഉമ്മറം വരെ വന്നതാ. ഇവിടുന്ന് നവീൻ എന്നെ കാറി കയറ്റി കൊണ്ടുപോയത്. എന്നിട്ട് അതെന്താ നീ പറയാറുന്നത്? പറഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവാൻ അയാൾക്ക് അധികാരമുണ്ടെന്ന് അയാൾ കരുതി. വാടകയ്ക്ക് വിളിച്ചതാണെന്നും അഭിനയിക്കാണെന്നൊന്നും അയാൾക്കറിയില്ലല്ലോ. എന്തോടി നിന്റെ ശബ്ദം പൊങ്ങുന്നുണ്ടല്ലോ? അമ്പലത്തിന്ന് നീയും നവനും കൂടെ വേറെ എവിടേക്കെങ്കിലും ആണോ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? ആ ശീലം എനിക്കില്ല. ദേഷ്യം കെട്ടി നിൽക്കുമ്പോ എന്റെ ഗതികേടിനെ കുറിച്ചാ ഞാൻ ആലോചിക്കാറ്. അല്ലാതെ കൂടെ നിൽക്കുന്ന ആളിന്റെ പണത്തെയോ സൗന്ദര്യത്തെ കുറിച്ചൊന്നും അല്ല. ഇന്ന് ഈ തെളിവ് ഞങ്ങക്ക് കിട്ടി. നാളെ ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോട്ടൽ മുറിയെന്നായിരിക്കും ഞങ്ങക്ക് തെളിവ് കിട്ടുക. നീയും നവീനും അവിടെ ചെന്നതിന്റെ അത് ചിലപ്പോ നിങ്ങളുടെ ശീലമായിരിക്കും.